സ്ഥാനാർത്ഥിത്വത്തിൽ തഴയപ്പെട്ടു എന്ന തോന്നലിനെ തുടർന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്ന അതീവ ഗുരുതരാവസ്ഥയിലാണിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ആരോഗ്യാവസ്ഥ അങ്ങേയറ്റം ഗുരുതരമാണ്. വീട്ടിലാണ് ആത്മഹത്യാ ശ്രമം നടത്തിയ നിലയിൽ കാണപ്പെട്ടത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പ്രശാന്ത് കൃഷ്ണ തുടരുന്ന. പ്രശാന്ത്, പുതിയ അപ്ഡേഷൻസ് എന്തെങ്കിലും? പ്രജീഷ്, അദ്ദേഹം ആനന്ദ് ആത്മഹത്യാ ശ്രമം നടത്തിയ ആനന്ദ് മരിച്ചു എന്ന വാർത്തയാണ്, വിവരമാണ് നമുക്കിപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് ജിബിന് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാൻ സാധിക്കും. പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുടെയും പ്രതികരണം, അല്ലെങ്കിൽ ആനന്ദിൻ്റെ അടുത്ത ബന്ധുക്കളുടെയും ഒക്കെ പ്രതികരണം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് ആനന്ദ് ഉന്നയിച്ചത്. ആനന്ദ് ഉന്നയിച്ച വിഷയം തന്നെ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായി എന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ വേദന, അതിനുപരി തന്നെ BJPയുടെ ജില്ലാ നേതൃത്വം അല്ലെങ്കിൽ BJPയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ച തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥിക്കെതിരായ ഗുരുതര ആരോപണവും ആനന്ദ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ ഉന്നയിക്കുന്നു. മാത്രമല്ല, ആനന്ദ് സജീവ BJP പ്രവർത്തനാണ്, RSS ഒരു കാര്യം പ്രശാന്ത് ചോദിക്കട്ടെ, ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും തടയപ്പെട്ടതിന് ശേഷം ഈ നേതാക്കളെ മറ്റോ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ആശയവിനിമയം ഈ ആനന്ദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായ എന്തെങ്കിലും വിവരങ്ങൾ, നേതൃത്വത്തിന്റെ കാര്യത്തിൽ മനോവിഷമത്തിലായിരുന്നു എന്ന് അറിവുണ്ടായിരുന്നോ? ആനന്ദിന്റെ കുറിപ്പ് ഞാൻ ഒന്നും കൂടെ വായിക്കാം. അതായത്, ഞാൻ ആനന്ദ് കെ തമ്പി ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ചിരുന്നു. തൃക്കണ്ണാപുരം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള കാരണം, തൃക്കണ്ണാപുരം വാർഡിൽ BJP ഏരിയ പ്രസിഡന്റായിട്ടുള്ള ആലപ്പുറം കുട്ടൻ എന്ന ആളുടെ എന്നറിയപ്പെടുന്ന ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി മെമ്പർ കൃഷ്ണകുമാർ, RSSന്റെ നഗർ കാര്യവാഹ് രാജേഷ് എന്നിവർ ഒരു മണ്ണ് മാഫിയയാണ്. അവരുടെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് അധികാരത്തിന്റെ ഒരാൾ വേണം എന്നതിനു വേണ്ടിയാണ് മണ്ണ് മാഫിയക്കാരനായ വിനോദ് കുമാർ BJP സ്ഥാനാർത്ഥിയാക്കിയത്. ഞാൻ എൻ്റെ 16 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തകനാണ്. തുടർന്ന് MG കോളേജിൽ ബിരുദ വിദ്യാർത്ഥിയായി പഠിക്കുമ്പോൾ ഞാൻ RSSന്റെ മുഖ്യ ശിക്ഷകായി എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ ഒരു ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇന്നുവരെ എനിക്ക് നൽകിയിട്ടില്ല ആ ഷെയർ എൻ്റെ മക്കൾക്ക്. എൻ്റെ ഭൗതിക ശരീരം എവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും സാരമില്ല, പക്ഷേ BJP പ്രവർത്തകരും RSS പ്രവർത്തകരും ആ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുത്. ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു RSSകാരനായി ജീവിച്ചിരുന്നു എന്നതാണ്. ഈ മരണത്തിന് തൊട്ട് മുൻപ് വരെയും ഞാനൊരു RSS പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചിരുന്നത്.